every hour. ജെൻസികൾ കാണേണ്ട സുഗമോ ദേവി, സൈമൺ മാത്യു, സണ്ണി, വേണുനാഗവള്ളിയും ലാലും പറഞ്ഞത് ജീവിതകഥ. ജനറേഷൻ സെറ്റ് അഥവാ ഇന്നത്തെ പുത്തൻ തലമുറ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു മലയാള ചലച്ചിത്രമുണ്ട്, സുഗമോ ദേവി. 80കളിലെ ആ ലാൽ ചിത്രത്തിന് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തി എന്ന് ചിന്തിക്കുന്നവർക്ക് ആ സിനിമയുടെ പിന്നിലെ യഥാർത്ഥ ജീവിതകഥ ഒരു വലിയ ഉത്തരമാണ്. സൗഹൃദത്തിനും പ്രണയത്തിനും ആഘോഷങ്ങൾക്കുമപ്പുറം തീക്ഷ്ണമായ ഒരു ജീവിതത്തെ എങ്ങനെ പുണരാം എന്നീ ചിത്രം പറഞ്ഞു തരുന്നു. ജെൻസികൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും കാണണം. മോഹൻലാൽ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ സണ്ണി എന്ന കഥാപാത്രം വെറും ഒരു സിനിമാ സൃഷ്ടിയല്ല. അത് സംവിധായകൻ വേണുനാഗവള്ളിയുടെ ഉറ്റ സുഹൃത്തായിരുന്ന സൈമൺ മാത്യു എന്ന യുവാവിന്റെ നേർപ്പതിപ്പാണ്. തിരുവനന്തപുരം കവടിയാർ സ്ക്വയറിന് സമീപം 1971 നടന്ന ഒരു സ്കൂട്ടർ അപകടത്തിൽ പൊലിഞ്ഞുപോയ സൈമൺ അക്കാലത്തെ തിരുവനന്തപുരത്തിന്റെ ഹരമായിരുന്നു. ഒരു മികച്ച ഫുട്ബോൾ താരം, ഗായകൻ, പാട്ടെഴുത്തുകാരൻ, അതിലുപരി ജീവിതത്തെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു മനുഷ്യൻ. ഇതായിരുന്നു സൈമൺ. ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം സൗഹൃദങ്ങൾക്കും ഡിജിറ്റൽ കണക്ഷനുകൾക്കും അപ്പുറം ഒരാളുടെ മരണശേഷവും അയാളെ ഒരു സിനിമയിലൂടെ പുനർജനിക്കാൻ പ്രേരിപ്പിക്കുന്ന തരം ആത്മബന്ധം എന്താണെന്ന് ഈ ചിത്രം കാണിച്ചു തരുന്നു. വേണുനാഗവള്ളി തന്റെ സുഹൃത്തിന് നൽകിയ ഏറ്റവും വലിയ സ്മാരകമാണ് ഈ സിനിമ. ജീവിതം ആഘോഷമല്ലെങ്കിൽ മറ്റെന്താണ് എന്ന സൈമണിന്റെ കാഴ്ചപ്പാട് ഇന്നത്തെ തലമുറയെ മനസ്സിലാക്കേണ്ടതാണ്. പരാജയങ്ങളിലും വീഴ്ചകളിലും തളരാതെ ഓരോ നിമിഷവും ക്രിയേറ്റീവായി ജീവിക്കാൻ സൈമൺ ശ്രമിച്ചിരുന്നു. ടൈറ്റാനിയം ഫുട്ബോൾ ടീമിന്റെ നട്ടെല്ലായിരുന്ന സൈമണിനെ കളിമിടുക്കുകൊണ്ട് ഡെയർ ഡെവിൾ എന്നാണ് വിളിച്ചിരുന്നത്. പരിക്കേറ്റാലും തളരാതെ പൊരുതുന്ന ആ പോരാട്ട വീര്യം ഏതൊരു യുവാവിനും പ്രചോദനമാണ്. വെറും ഒരു സ്പോർട്സ് താരം മാത്രമായിരുന്നില്ല അദ്ദേഹം. യേശുദാസ് പാടിയ ലവ്സ് എമാൻസിപ്പേഷൻ എന്ന ആൽബത്തിലെ പാട്ടുകൾ രചിച്ചതും സംഗീതം നൽകിയതും സൈമൺ ആയിരുന്നു. പ്രതിഭയുടെ വൈവിധ്യം എങ്ങനെ ഒരാളെ അടയാളപ്പെടുത്തുന്നു എന്നതിന് സൈമൺ വലിയൊരു ഉദാഹരണമാണ്. 18ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ടൈറ്റാനിയത്തിന് വേണ്ടി മൈതാനം നിറഞ്ഞോടിയ ചാമിനാർ സിഗരറ്റിന്റെ മണമുള്ള ഗസലുകൾ പാടി നടന്ന് ആ പഴയ തിരുവനന്തപുരത്തുകാരൻ സണ്ണിയിലൂടെ ഇന്നും ജീവിക്കുന്നു. അപ്രതീക്ഷിതമായി സൈമൺ മാത്യുവിന്റെ ചരമവാർത്ത സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുമ്പോൾ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേ ഉള്ളൂ: മരണത്തിനു ശേഷവും ഒരാൾ ഓർമ്മിപ്പിക്കപ്പെടുന്നത് അയാൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്നേഹം നിറച്ചു എന്നതിലാണ്. വാശിയോടെ ജീവിക്കാനും ആത്മാർത്ഥമായി സ്നേഹിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു ജെൻസിയും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസിക് തന്നെയാണ് സുഗമോ ദേവി. സൈമൺ മാത്യു സ്കൂട്ടർ അപകടത്തിൽ മൃതിയടഞ്ഞു. തിരുവനന്തപുരം നവം 29 ടൈറ്റാനിയം പ്രൊഡക്ഷൻസിലെ ഒരു ജീവനക്കാരനും എഞ്ചിനീയറിംഗ് ബിരുദധാരിയുമായി ശ്രീ സൈമൺ മാത്യു, 23 വയസ്സ്, ഇന്നലെ രാത്രി കവടിയാർ സ്ക്വയറിന് സമീപമുണ്ടായ ഒരു സ്കൂട്ടർ അപകടത്തിൽ മൃതിയടഞ്ഞിരിക്കുന്നു. രാത്രി 12 മണിയോടടുപ്പിച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഒരു കാളവണ്ടിയിൽ ചെന്നിടിച്ചാണ് അത്യാഹിതം സംഭവിച്ചത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ലീഗൽ അഡ്വൈസർ ശ്രീ MG മാത്യുവിന്റെ പുത്രനാണ് ഈ യുവാവ്. നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്ന സൈമൺ ടൈറ്റാനിയം ഫുട്ബോൾ ടീമിന്റെ നട്ടെല്ലായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ടീമിലും കേരള ജൂനിയർ സ്റ്റേറ്റ് ടീമിലും സൈമൺ പങ്കെടുത്തിരുന്നു. ഇങ്ങനെ പോകുന്ന ഒരു ചരമവാർത്ത സോഷ്യൽ മീഡിയയിൽ ആരോ പോസ്റ്റ് ചെയ്ത ഈ ചരമവാർത്ത ഇപ്പോഴും വൈറലാണ്. കേരളം കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളും ടൈറ്റാനിയത്തിന്റെ താരവുമായിരുന്ന സൈമൺ മാത്യു വിടവാങ്ങിയിട്ട് 54 കൊല്ലമായി. 1971 രാജ്ഭവന് സമീപമുണ്ടായ ഒരു അപകടത്തിൽ ഫുട്ബോൾ ലോകത്തിന് നഷ്ടമായത് ആ അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾക്ക് ഇന്നും തിളക്കം കുറഞ്ഞിട്ടില്ല. സൈമണിന്റെ വേർപാട് താങ്ങാനാവാത്ത ആത്മസുഹൃത്തായിരുന്നു ചലച്ചിത്രകാരൻ വേണുനാഗവള്ളി. ആ ആഴത്തിലുള്ള സൗഹൃദത്തിന്റെ ഓർമ്മകളാണ് പിന്നീട് വേണുനാഗവള്ളി സുഗമോ ദേവി എന്ന ക്ലാസിക് സിനിമയാക്കിയത്. ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബിലെ അറിയപ്പെടുന്ന നല്ലൊരു ടെന്നീസ് താരം കൂടിയായിരുന്നു അദ്ദേഹം. വേണുനാഗവള്ളി CETയിൽ സൈമണിന്റെ സഹപാഠിയായിരുന്നു. അങ്ങനെ വേണുവിന്റെ വീട് സൈമണിന്റെയും വീടായി. പതിഞ്ഞ ശബ്ദത്തിൽ എപ്പോഴും ഗസലുകൾ പാടുന്ന, ചാമിനാർ മണമുള്ള, അരണ്ട നീലവെളിച്ചം നിറഞ്ഞ സൈമണിന്റെ മുറിയിൽ എഴുത്തും ചിന്തകളുമായി വേണുവും കാണുമായിരുന്നു.